accused in absence of a wrong. My sin washed away in your blood. Too much to make sense of it. I know that your love breaks my fall. The scandal of grace, you died in my place. Oh, my soul will live. Oh, to be alive, Jesus, there's no one besides you. Forever the hope in my heart. Oh, to be like you, give all I have. ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇവിടെ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ത്രൂ ക്രൈസ്റ്റ്, പ്രതിസന്ധികളിലെ ആത്മീയ ഭൗതിക നിയോഗം എന്നതാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുവാനായി നമുക്ക് ഇന്ന് ദൈവം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ഉഷ ടൈറ്റസ് IAS ആണ്. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് മാഡം വർക്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാഡത്തിന്റെ ഇന്നത്തെ ഈ മെസ്സേജ് നമുക്ക് വളരെ ഉപകാരമായിരിക്കും, ഉപയുക്തമായിരിക്കും. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഡോക്ടർ ഉഷ ടൈറ്റസ് IAS അവരുടെ ഇന്നത്തെ സന്ദേശം നൽകുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. Ms. Nina Thomas, Mr. Dave Joseph, Ms. Sarah Kurula, Chevalier, Dr. Koshi George, members of YMCA and YWCA, and dear friends in Christ. Thank you very much for your kind words and for giving me an opportunity to be with all of you as we meditate for a week in prayer. നാം പ്രാർത്ഥനാ വാരത്തിന്റെ 2ാം ദിവസത്തിലാണ്. പ്രതിരോധ ശേഷിയുള്ള സമൂഹങ്ങളെ എങ്ങനെ വളർത്താം എന്നതാണ് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയമോ ഇറ്റ് ഇസ് ദിസ് സ്പിരിച്വൽ ആൻഡ് ഇക്കണോമിക് എംപവർമെന്റ് ത്രൂ ക്രൈസിസ്. പ്രതിസന്ധികളിലൂടെ ആത്മീയ സാമ്പത്തിക ശാക്തീകരണം എന്ന വിഷയമാണ്. നാം പലപ്പോഴും അകപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഡിക്കൻസിന്റെ A Tale of Two Cities-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ, it was the best of times, it was the worst of times. ജീവിതത്തിൽ നിരാശാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് പ്രതിസന്ധികളുടെ തീരാത്ത നിര എന്നുള്ളത്. And often it feels that only we get the worst of times, while നമ്മുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും they get to enjoy the best of times. പക്ഷേ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ മനുഷ്യൻ ഉണ്ടാകും എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാർ അടങ്ങുന്ന ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ദിനവും കുഴപ്പമുണ്ടാകുമെന്ന്. മത്തായി 6:34 നാം വായിക്കുന്നു, അതത് ദിവസത്തിൽ അന്നന്നത്തെ ദോഷം മതിയെന്ന്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടേണ്ട. കോവിഡ് എന്ന മഹാമാരിയും 200 രാജ്യങ്ങളിൽ അത് പടർന്നതുകൊണ്ടും ഓരോ രാജ്യവും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ലോക്ക്ഡൗൺ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടും ഒരു മഹാവിപത്താണ് നമ്മുടെ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. 5 കോടി കേസുകൾ, 12.5 ലക്ഷം മരണങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ 85 ലക്ഷം കേസുകൾ, ഏകദേശം 1.25 ലക്ഷം മരണങ്ങൾ. ഗ്ലോബൽ ഇക്കോണമി തന്നെ 2020-ൽ IMF-ന്റെ പ്രൊജക്ഷൻ പ്രകാരം 3% ചുരുങ്ങും. 4 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും അത് അസംഘടിത മേഖലയിലാണ്, ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരിതം നാം കണ്ടു.
300 പേരാണ് വിശപ്പ് കൊണ്ടും തളർച്ച കൊണ്ടും മരിച്ചു വീണത്. നമ്മുടെ കേരളത്തിൽ തന്നെ ലോക്ക്ഡൌണിന് ശേഷം ഉള്ള 3 മാസത്തിനുള്ളിൽ ജൂലൈ 10-നുള്ളിൽ 66 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. മറ്റു പ്രതിസന്ധികളും മനുഷ്യരാശി നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതുകൂടാതെ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും എടുക്കുന്ന കുറച്ചു കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമതായി, a crisis or this crisis is not as bad as we think it is. 1 കൊരിന്ത്യർ 10:13 പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കില്ല. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ ഇത് മനസ്സിലാക്കുവാൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയിലൂടെയാണ് ഞാൻ ഇത് നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ അച്ഛന്റെ അച്ഛൻ, എന്റെ വലിയപ്പച്ചൻ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ കൃഷിയിടത്തിലേക്ക് പോകുമായിരുന്നു. ഒരു കട്ടൻ കാപ്പിയും കുടിച്ചു. ഉച്ചയാകുമ്പത്തേക്ക് വല്യമ്മച്ചി ചോറും ഉണ്ടാക്കി എന്റെ അച്ഛന്റെ കയ്യിൽ, മകന്റെ കയ്യിൽ കൊടുത്തു വിടും. ഒന്നും കയറി എന്റെ അച്ഛൻ ബാലൻ അവിടെ ചെന്ന് കൊടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ വല്യപ്പച്ചൻ എന്തെങ്കിലും കായ്ഫലം, കാച്ചിലോ കപ്പയോ ചക്കയോ ഈ അച്ഛന്റെ തലയിൽ വെച്ചു കൊടുക്കും. തലയിൽ വെക്കുന്നതിന് മുമ്പ് കൃഷിക്കാരനായ അപ്പച്ചൻ ആ കായ്ഫലത്തിന്റെ വെയിറ്റ് തന്റെ കയ്യിലെടുത്തൊന്ന് അസസ് ചെയ്തു നോക്കും. ഈ ബാലന് ഇത് താങ്ങുവാൻ സാധിക്കുമോ എന്ന്. താങ്ങുവാൻ സാധിക്കും എന്ന് ബോധ്യമായ ആ വെയിറ്റാണ് ബാലന്റെ തലയിൽ വെച്ച് താഴോട്ട് വിടുന്നത്. നമ്മുടെ കർത്താവും നമ്മളോട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമുക്ക് സഹിക്കാൻ കഴിയാത്തതിന് മേലെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കും. പരീക്ഷ നേടുവാൻ സഹായത്തക്കവണ്ണം നമുക്ക് പോക്കുവഴിയും കർത്താവ് തന്നെ ഉണ്ടാക്കുന്നു. 2, this too will pass away. ഈ ഘട്ടവും കടന്നു പോകും. നമുക്ക് ഭവിച്ചതിനേക്കാൾ എത്രയോ മോശമാകാമായിരുന്നു കാര്യങ്ങൾ. വളരെ ഇബോള പോലെ ഇൻഫെക്ഷ്യസ് അല്ല കോവിഡ് എന്ന വൈറസ്. ഈ ഘട്ടവും നാം കടന്നു പോകും. യുദ്ധങ്ങൾക്ക് പുറപ്പെടും മുമ്പേ പണ്ട് ഒരു രാജാവിന് തന്റെ വിശ്വസ്തനായ മന്ത്രി ഒരു മോതിരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരത്തിൽ ഒരു രഹസ്യമുണ്ട്. രാജാവിന് എല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം സങ്കടത്തിൽ ഏകാന്തതയിലാകുമ്പോൾ ഈ മോതിരത്തിന്റെ മുകൾ ഭാഗം തുറന്നു നോക്കുക. രാജാവ് ആദ്യം യുദ്ധം ജയിക്കുന്ന പോലെ തോന്നിയെങ്കിലും അവസാനമായപ്പോൾ ആ യുദ്ധത്തിൽ തോറ്റുപോവുകയാണ്. തന്റെ പടയാളികളിൽ കുറെ പേര് മരിച്ചുപോയി, കുറെ പേര് ഓടിപ്പോയി. രാജാവ് തനിച്ച് എങ്ങനെയെങ്കിലും ആ യുദ്ധകളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി 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 അദ്ദേഹം ഒരു കാട്ടിൽ ഒരു ഗുഹയിൽ കയറി അഭയം പ്രാപിക്കുന്നു. അവിടെ വെച്ച് വളരെയധികം ദാഹിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ മന്ത്രിയുടെ വാക്കുകൾ ഓർക്കുന്നു. അങ്ങനെ ഈ മോതിരത്തിന്റെ മുകൾ ഭാഗം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിനകത്ത് ഇപ്രകാരം എഴുതി വെക്കുന്നു, ഈ ഘട്ടവും കടന്നു പോകും. This too will pass away. ഇത് വായിച്ചുടനെ രാജാവിന് കുറച്ച് ധൈര്യവും സമാധാനവും ഉണ്ടാകുന്നു. പതുക്കെ അദ്ദേഹം ആ കാട്ടിലെ ആൾക്കാരുമായിട്ട് ഒരു സംഘം ചേരുന്നു. ചെറിയ സൈന്യം പോലെ ഉണ്ടാകുന്നു. അടുത്തുള്ള ചെറിയ രാജ്യത്തെ ആക്രമിക്കുവാൻ ധൈര്യമുണ്ടാകുന്നു. ആ രാജ്യത്തിനു മേൽ വിജയം നേടിയപ്പോൾ പതുക്കെ വലിയ സൈന്യത്തോടുകൂടി വലിയ യുദ്ധങ്ങളിലേക്ക് പുറപ്പെട്ടു. അവസാനം തന്റെ സ്വന്തം രാജ്യം തന്നെ വീണ്ടെടുക്കുവാൻ സാധിച്ചു. വിജയ ശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് എത്തി തന്റെ പഴയ സിംഹാസനത്തിൽ ഇരുന്നു. ചുറ്റും ജയ ജയ ഘോഷങ്ങൾ ശബ്ദമായിരുന്നു.
ആ സമയത്ത് അദ്ദേഹം വീണ്ടും തന്റെ മോതിരം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ ഘട്ടവും കടന്നു പോകും. അപ്പോൾ രാജാവ് തല താഴ്ത്തി. അദ്ദേഹത്തിന് മനസ്സിലായി താഴ്മയോടുകൂടി രാജഭരണം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. അങ്ങനെ വളരെ സമ്മതനായ ഒരു രാജാവാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. റെവറൻഡ് സാജൻ പി മാത്യു എഴുതിയ പാട്ട് ഈ ചിന്ത തന്നെ പ്രകീർത്തിക്കുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ചെറുതോണിയിൽ അമരത്ത് അരികിൽ നാഥനുള്ളപ്പോൾ. 3. In a crisis, let us remain calm. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ശാന്തരായിരിക്കാം. ദാവീദ് പലവട്ടം ശാന്തനാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ 131 ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ മിണ്ടാതാക്കിയിരിക്കുന്നു. പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3:15 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന്. നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി മുഴുവനായും നമ്മുടെ കൈകളിന്റെ കൺട്രോളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭാഗികമായിട്ടാണെങ്കിൽ കൂടി നാം വെപ്രാളിച്ചതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. കാർ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, മഴ നനഞ്ഞ് മണ്ണിളകിയ കുന്നിന്റെ വഴികളിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുപോയാൽ ടയർ ആ മണ്ണിൽ താന്നു പോകും. എത്തേണ്ട സമയത്ത് എത്തണമെന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും മണ്ണിൽ പൊതിയുകയുള്ളൂ. ആർക്കും അതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ നാം ഒരു വഴിമുടക്കി പോലും ആകും. യേശുക്രിസ്തു പറയുന്നു, ഡു നോട്ട് വറി. ഇന്ന് നമുക്കുള്ള സന്ദേശം ഒന്നും കൊണ്ട് വിചാരപ്പെടരുത് എന്നുള്ളതാണ്. ആകാശത്തെ പറവകളെ നോക്കുകയും വയലിലെ താമര വളരുന്നത് നോക്കുകയും വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം പോലും തന്റെ നീളത്തോട്ട് കൂട്ടുവാൻ ആർക്കും സാധിക്കില്ല. നമ്മളോടുള്ള ആഹ്വാനം ഇന്ന് എന്താണ്? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പരീക്ഷകളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീതി നടപ്പാക്കുന്നത് അവിടെയാണ് നമ്മുടെ സുവിശേഷം പറയുന്നത്, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ പ്ലാൻസ് മനസ്സിലാക്കുവാൻ വേദപുസ്തകത്തിലേക്ക് നാം നമ്മുടെ പഠനം കേന്ദ്രീകരിക്കണം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് അറിയാം നമുക്ക് എന്ത് ആവശ്യമുണ്ട്. ആ ധൈര്യത്തോടുകൂടി ഇന്ന് നമുക്ക് അധികം വ്യാകുലപ്പെടേണ്ട. 5ാമതായി, ദൈവം നമുക്ക് പ്രതിസന്ധികളിൽ പോക്കുവഴി നൽകിയിട്ടുണ്ട്. God has given us practical help. പലപ്പോഴും നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ ആണ് മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിൽ നിന്നും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ 5ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? അവർ പ്രാർത്ഥിക്കട്ടെ. സഭയിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി YMCA, YWCA ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന്. The point to note is that some of our aid in times of crisis, God gives us through the leaders who shepherd us. But some come through our secular, non-believer friends. നമ്മുടെ സഹായം അയൽക്കാർ, ചാർച്ചക്കാർ, ആരാധനക്കൂട്ടം എന്നിവരിൽ നിന്നും വരാം. ചിലപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ നിന്നും വരാം. ഇതിലൊരു പാഠമുണ്ട്. നാളെയും പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് അവരോട് ഒത്തുചേരാം, അവരെ സഹായിക്കാം. അവരുടെ പ്രതിസന്ധികളിൽ നാളെ നമ്മളോടൊപ്പം അവർ കാണും. And that is how we build the resilient communities that YMCA, YWCA is focusing on.
Sixth, we are called to bear much fruit, remaining in Christ at all times. യേശുക്രിസ്തുവിൽ അധികം ഫലം കായ്ക്കേണ്ടവരാണ് നാം എല്ലാ കാലത്തും, പ്രതിസന്ധി ഘട്ടത്തിലും സുഖ കാലത്തും. ലോക്ക്ഡൌൺ കാലയളവിൽ കേരള സർക്കാർ 3000 കോടി രൂപയുടെ ഒരു ഭക്ഷ്യ സുരക്ഷാ പദ്ധതിക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പച്ചക്കറി വിത്തും ടെക്നിക്കൽ അഡ്വൈസും നൽകുന്നു. തരിശു സ്ഥലങ്ങളിൽ കൃഷി ഇറക്കാൻ തീരുമാനിക്കുന്നു. കൃഷിക്കാർക്ക് ഇതുകൂടാതെ താങ്ങുവിലയും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പലരും തോട്ടം പരിപാലകരായി സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന പച്ചക്കറിയും പഴവർഗവും നെല്ലും ഭക്ഷിച്ചും വിതരണം ചെയ്തും വിറ്റും സംതൃപ്തിയും സന്തോഷവും പങ്കുവയ്ക്കും. സാമ്പത്തികമായും ഇപ്രകാരമുള്ള കൂട്ടായ്മയ്ക്ക് ഫലം കണ്ടു. തോട്ടക്കാരായ നമ്മളും കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും യോഹന്നാൻ 15:2 പറഞ്ഞിരിക്കുന്നത് പോലെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഈ ചെത്തി വെടിപ്പാക്കൽ ജീവിതത്തിന്റെ ഭാഗമാണ്. Pruning therefore is a part of life. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവം വിളിക്കുന്ന മനുഷ്യർ നെരിയപ്പെടും. ദൈവം ആശിക്കുന്ന മാതൃകയിൽ പണിയപ്പെടുമ്പോൾ നാം ദൈവത്തിന്റെ വേലയിൽ പങ്കാളികളാവുന്നു. 7. Crisis drive us closer in fellowship and worship with our God. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ പ്രതിസന്ധികൾ നമ്മെ സൃഷ്ടാവിനോട് അടുപ്പിക്കും. ജോ ബൈഡൻ അമേരിക്കയുടെ 46ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തന്റെ വിശ്വാസമാണ് തന്റെ ജീവിതത്തിന്റെ പേഴ്സണൽ ട്രാജഡികളിൽ തന്നെ കരകയറാൻ സാധിപ്പിച്ചത്. 1972 ആദ്യമായി സെനറ്ററായി വിജയിച്ചതിന് ശേഷമാണ് തന്റെ ഭാര്യയുടെയും മകളുടെയും ഒരു കാർ ആക്സിഡന്റ്. 2010 തന്റെ മകന്റെ അദ്ദേഹത്തിന്റെ ബയോഗ്രാഫർ ജൂൾസ് nothing was more secret to Mr. Biden than his church, and nothing more cherished his family. എന്നാണ് പൗലോസ് പറയുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ഒരു just look at that. തന്റെ മെയ്യയിൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗിക്കാനും കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യം ഉണ്ടാകുകയും പുറപ്പെടുകയും ചെയ്തു. 3 വട്ടം ശൂലത്തെ മാറ്റുവാൻ അപേക്ഷിച്ചിട്ട് ദൈവം അത് ചെയ്തില്ല. പിന്നെയോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് ദൈവം പൗലോസിനോട് പറഞ്ഞത്. പക്ഷെ പൗലോസ് അത് കൈക്കൊണ്ടു. അതുകൊണ്ട് ഈ പൗലോസ് ഫിലിപ്പിയായിൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ തന്റെ കടമയാണ് ചെയ്തത്. മറ്റുള്ളവരെ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പറയുക എന്നത്. അർദ്ധരാത്രിയിൽ ദൈവത്തിന് പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയെന്നും വാതിലുകൾ തുറന്നുവെന്നും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു എന്നും പൗലോസിന് വിടുതലുണ്ടായെന്നും നാം വായിക്കും. അപ്പോൾ പ്രതിസന്ധികളിലും നാം ചെയ്യേണ്ട കടമ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. We are not called to run away from our responsibilities in times of crisis. As individuals and as community, let us be always found at our duty. 1780 മെയ് 19 അമേരിക്കയിലെ ഹാർട്ട്ഫോർഡ് കണക്ടിക്കട്ടിൽ ഉച്ച സമയത്ത്
ആകാശം ഇരുണ്ടു. അപ്പൊ അകാലത്തിരുട്ട് പടർന്നപ്പോൾ പലർക്കും ഭയങ്കര ഭയമായി. അവര് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ലോകം അവസാനിക്കുന്നു എന്ന് ഒരു ശ്രുതി പടർന്നു. ആ ദിവസം കണക്ടിക്കട്ടിലെ അസംബ്ലി വാസ് ഇൻ സെഷൻ. അപ്പോൾ ചില മെമ്പേഴ്സ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അഡ്ജോൺമെന്റ് വേണം. കേണൽ ഡാവൻപോർട്ട് വാസ് ദ സ്പീക്കർ. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ന്യായവിധി ദിവസം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ആ ദിവസമല്ല. ഇന്നല്ല ന്യായവിധി ദിവസമെങ്കിൽ ഒരു അഡ്ജോൺമെന്റും ആവശ്യമില്ല. ആണെങ്കിൽ കൂടി അഡ്ജോൺമെന്റ് വേണ്ട. കാരണം നമ്മൾ കടമ ചെയ്യുന്നത് ദൈവം കണ്ടാൽ മതി. Today is the day of judgment. Let me be found at him. അതുകൊണ്ട് മെഴുതിരി കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് റെക്കോർഡ് ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞു, Blessed is that servant whom his Lord, when he cometh, shall find so doing. യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടുന്നതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. വേദപുസ്തകത്തിൽ നാം ഇതിനായി ധാരാളം ഉദാഹരണങ്ങൾ കാണുന്നു. മോശ തന്റെ അമ്മായിയപ്പനായ യത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് ഹോറേബ് വരെ ചെന്നു ആടുകളെ തേടി. അപ്പോഴാണ് യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുക്കൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായത്. യഹോവയുടെ ദൂതൻ വന്നപ്പോൾ ഗിദെയോൻ മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കുന്നതിന് മുന്തിരി ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ആരും ഈ പ്രതിസന്ധി കാരണം നാം വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ കള്ളുകുടിച്ചിരിക്കാം, അല്ലെ പേടിച്ചിരിക്കാമെന്ന് ചിന്തിച്ചു. ശമൂവേൽ ഇശ്ശായിയുടെ മകനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ചെന്നപ്പോൾ ദാവീദ് തന്നെ ഏൽപ്പിച്ച കടമ ചെയ്യുകയായിരുന്നു, ആടുകളെ മേയ്ക്കുക. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ the shepherds were doing their duty. They were keeping watch over their flock at night. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ മുക്കുവരായ ശിമോൻ പത്രോസും അന്ത്രയോസും കടലിൽ വല വീശുന്നതായാണ് കണ്ടത്. അതുപോലെ തങ്ങളുടെ അപ്പനായ സെബദിയുമായി പടകിലിരുന്ന് മുക്കുവ സഹോദരങ്ങളായ യാക്കോബും യോഹന്നാനും വല നന്നാക്കുന്നതാണ് യേശു കണ്ടത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ കല്ലരക്കൽ ചെന്ന് സുഗന്ധവർഗവുമായി കർമ്മപ്രകാരം തന്റെ കടമ ചെയ്യാൻ. അങ്ങനെയാണ് അവർ ലോകത്തിന്റെ ആദ്യത്തെ മിഷണറിയാകുന്നത്. 8ാമതായി നാം ഓർക്കേണ്ടുന്ന വസ്തുത ഇതാണ്: We are not called to be successful. We are called to be faithful. ഒരു പണ്ഡിതൻ പ്രാർത്ഥിച്ചതുപോലെ, Lord, help us to be faithful. Then give us the grace to leave the results. മാർക്ക് ഹാറ്റ്ഫീൽഡ് എന്ന പേരുള്ള ഒരു സെനറ്റർ ഒരിക്കൽ കൽക്കത്തയിലെ മദർ തെരേസയെ സന്ദർശിച്ചു. അവിടെ മദർ തെരേസ നമുക്കറിയാം, രോഗം ബാധിച്ച കുട്ടികളെയും മരണക്കിടക്കയിലുള്ള അനവധി വൃദ്ധരെയും ശുശ്രൂഷിക്കുന്നതായാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, Can you bear this load without being crushed by it? ഈ തീയിലെ എരിഞ്ഞമരാതെ എങ്ങനെ സാധിക്കുന്നു? മദർ തെരേസ പറഞ്ഞു, My dear senator, I am not called to be successful. I am called to be faithful. അവസാനമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടക്കുമ്പോൾ നാം എന്ത് സാക്ഷ്യമാണ് നമ്മുടെ പിൻപേ വരുന്നവർക്ക് വെച്ചിട്ട് പോകുന്നത്? What footprints can we leave as a praying, faithful community to others in times of crisis? 18ാം നൂറ്റാണ്ടിലെ ഒരു ഇംഗ്ലീഷ് ബിസിനസ്സുകാരന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്: സ്വർഗസ്ഥനായ ദൈവമേ, ദൈവത്തിന് അറിയാമല്ലോ
ഞാൻ ലണ്ടനിൽ 9 വീടുകൾ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ മാസം എസെക്സിൽ ഒരു എസ്റ്റേറ്റും ഞാൻ വാങ്ങി. അതുകൊണ്ട് മിഡിൽ സെക്സിലും എസെക്സിലും തീപിടുത്തത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കണം. ബാക്കിയുള്ള ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ചെയ്തു. For many, the love of God is reduced to what we can get out of him, and a loyalty that is conditional upon his coming up to our expectations. ഇപ്രകാരമുള്ള വിശ്വാസം യോബിന്റെ കൂട്ടുകാരുടെയും മനോഭാവം പ്രതിസന്ധികളിൽ മരണക്കെണി ഒരുക്കുന്നു. വിശ്വാസവീരരായ യോബിന്റെ ചിന്ത, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ ഭാഗമായിട്ട് വായിച്ച ഹബാക്കുക്ക്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, എങ്കിലും that word yet is so profound. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും. ഹബാക്കുക്കിന്റെയും യോബിന്റെയും വീക്ഷണം നമുക്ക് സ്വായത്തമാക്കേണ്ടിയിരിക്കും. ചിലപ്പോൾ ഇതിനായിട്ട് വലിയ ത്യാഗം പ്രതിസന്ധിയിലൂടെ നൽകേണ്ടി വരും. ചരിത്രത്തിൽ തന്നെ എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവിട്ടു എന്ന ചോദ്യം ഏറ്റവും കൂടുതൽ മുഴങ്ങിയത് ഓഷ്വിറ്റ്സിലാണ് എന്ന് പറയപ്പെടുന്നു. 11 ലക്ഷം യൂതരാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നരകയാതന അനുഭവിച്ചു മരിച്ചത്. 2004 ഡിസംബർ 26 സുനാമി തിരകളാൽ നാഗപട്ടണത്തെ 6000 പേർ മരിക്കുകയുണ്ടായി. അതിൽ ശ്രീ പരമേശ്വരന്റെയും ശ്രീമതി ചൂടാമണിയുടെയും 3 മക്കളും 7 ബന്ധുക്കളും ഉണ്ടായി. പരമേശ്വരനും തിരകളിൽ പെട്ടു, പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു. ആരായിരുന്നു ഇവർ? പരമേശ്വരനും ചൂടാമണിയും ഹൈന്ദവ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവരായി. എല്ലാ ഞായറാഴ്ചയും അവർ സാമത്തൻപട്ടായി എന്ന മുക്കുവ ഗ്രാമത്തിൽ ചെന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. സുനാമി വന്നതിന് ശേഷം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ചൂടാമണിയെയും അവരുടെ പുതിയ വിശ്വാസത്തെയും എത്രമാത്രം മറ്റുള്ളവർ കുറ്റം പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവരുടെ ബന്ധുക്കൾ പറയുമായിരുന്നു, മതം മാറിയത് കൊണ്ടാണ് തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടത്. ചൂടാമണി പറയുന്നത് ഇപ്രകാരം: ഞാൻ 3 നാൾ തീയിൽ പിടയുന്ന പുഴുവിനെ പോലെ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പലവട്ടം ആത്മഹത്യ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചു. അവസാനം ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ടു. നിന്റെ ഭർത്താവിനെ രക്ഷിച്ച എനിക്ക് നിന്റെ 3 മക്കളെയും രക്ഷിച്ചുകൂടായിരുന്നു? എനിക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഇത് ചൂടാമണിക്ക് ആശ്വാസവും സമാധാനവും നൽകി. ചൂടാമണിയും പരമേശ്വരനും സുനാമിക്കിരയായവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തീരുമാനിച്ചു. തങ്ങളുടെ വീടിന്റെ വാതിലുകൾ തുറന്ന് സുനാമി കാരണം അനാഥരായ 18 കുട്ടികളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടു. ആ വീട്ടിന് ഒരു പുതിയ പേരും കൊടുത്തു, നമ്പിക്കൈ, ദ ഹൗസ് ഓഫ് ഹോപ്പ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നാഗപട്ടണം സന്ദർശിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടത്തിൽ നിന്നും ഉയരുവാൻ സാധിച്ചത് എങ്ങനെ? അവരുടെ ഉത്തരമോ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ഇരിക്കുന്നു എന്ന് കൊളോസിയർ 1:27 പറഞ്ഞിരിക്കുന്നത് പോലെ. The secret is Christ in us, the hope of glory, according to Colossians. Clinton later said, I can never forget in my lifetime the most courageous couple I have seen in this world. ഈ വിശ്വാസം അവരെ BBC, CNN, ആനന്ദ വികടൻ, കുങ്കുമം, കുമുദം ഇവരെല്ലാം പബ്ലിഷ് ചെയ്തു. ഇസ്രായേലിൽ ഒരിക്കൽ അവർക്ക് സാക്ഷ്യം പറയുവാൻ ക്ഷണം ലഭിച്ചു. അവരുടെ വിശ്വാസ പ്രഖ്യാപനം കേട്ട ചിലർ അവരോട് ഇപ്രകാരം പറഞ്ഞു,
ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുന്നു. ഒന്നും നഷ്ടപ്പെടാത്തവർക്ക്, ഒന്നും സാക്ഷിപ്പാനില്ലാത്തവർക്ക് വലിയ സാക്ഷ്യം സാധിക്കില്ലായിരിക്കും. വലിയ സാക്ഷ്യത്തിന് വലിയ ത്യാഗങ്ങൾക്ക് ഒരുക്കമായിരിക്കും. My God, why have you forsaken me? എന്ന് യേശു ക്രിസ്തു ക്രൂശിൽ ചോദിക്കും. ഇത് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാചകങ്ങൾ പോലുമാണ്. ദൈവഭക്തിയുള്ള യൂതർ സങ്കടവേളകളിൽ സങ്കീർത്തനങ്ങൾ ഉരുവിടുമായിരുന്നു. യേശുക്രിസ്തുവും അത് തന്നെ ചെയ്യും. എന്നാൽ 22-ാം സങ്കീർത്തനം എല്ലാം ആധിയും നൈരാശ്യവും ഉള്ളതല്ല. അത് അവസാനിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കും, മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കേൾക്കും. ക്രൂശിന്റെ അനുഭവത്തിന് ശേഷം യേശുവിന് ഈ സങ്കീർത്തനം പോലെ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നാം അറിയുന്നുവെങ്കിൽ, നമ്മുടെ ആധിയുടെയും വേദനയുടെയും നാളുകൾ, നമ്മുടെ നൈരാശ്യത്തിന്റെയും ഭയത്തിന്റെയും ദിവസം, നമ്മുടെ ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും സമയങ്ങൾ കഴിഞ്ഞു പോകും. സന്തോഷത്തോടുകൂടി അവന്റെ നീതിയെ വർണ്ണിക്കുന്ന നാളുകളിലേക്ക് നാമും ചെന്നു ചേരും. In conclusion, let us build resilient communities together in faith. Our crisis is not as bad as we think it to be. Our God is faithful. He will not let us be tempted beyond what we can bear, like the farmer making his son carry only what he can bear. Secondly, this crisis too will pass away. Our tears and our laughter will make way, as the king learned through his magic ring. Thirdly, we ought to remain calm, conscious, as Ms. Geeta prayed, that God is in control. Like Paul exhorted, filling our hearts with the peace that Jesus gives. Fourthly, let us not worry. We cannot add a cubit to our height. Our call is to seek his kingdom, devoting time to learning about him and his plans. Fifthly, God has given us helpers in church and outside, amongst our friends and neighbors. Let us reach out to them. Let us build our community. And let us help them, thus making our community vibrant and love-filled. Sixthly, we are called to bear much fruit, remaining in Christ at all times. Pruning is evidence that God, our master gardener, is at work. Seventhly, crises drive us closer in fellowship and worship with our God, as Joe Biden's life tells us. As Paul, the greatest apostle, was told, his grace is sufficient for us. Eighthly, in crisis as in better times, as individuals and as groups, let us be found at our duty, like Colonel Davenport said 2 centuries ago. Ninthly, let us remember that we are called not to be successful, but to be faithful, as Mother Teresa said, as Reverend Sergeant Peter sang. And finally, let our testimony in times of crisis bring others to Christ, like Parameshwaran and Chudamani of Nagapattinam. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, madam.